അനുപേ ഇന്ന് കരിമ്പന വ്ളോഗ് എന്താ ചെയ്യണ അറിയോ? 3 കോഴിനെ ചുട്ടെടുക്കണം. ഗ്രില്ലിഡ് കേട്ടാ. 3 കോഴിയുണ്ട് നമുക്ക്. ഇന്ന് ഇതിനെ നമുക്ക് മസാലയൊക്കെ പരട്ടണം. അപ്പൊ ഒന്ന് കഴുകിയെടുക്കുക. ഇതിലേ ഈ കൊഴുപ്പുകളൊക്കെ കളയണം. വെള്ളം ഒഴിക്കില്ല. ഇനി വരയിട്ട് കൊടുക്കണം കേട്ടോ. മസാല കയറണമെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കണം. അവിടെ കുഞ്ചോ കുത്തിക്കോ. കത്തി എടുത്ത് കുത്ത്. പൊള്ളി കുത്ത്. കത്തി കുത്തുന്ന മസാലയ്ക്കുള്ളതാണ്. കാന്താരി മുളകാണ് കേട്ടോ. പുതിനയില, മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. സൊക്ക നമുക്കേ ചിക്കനിൽ മസാല പുരട്ടി കൊടുക്കാം. കാന്താരി മുളകും മല്ലിയില പുതിനയിലയൊക്കെ കൂട്ടിയിട്ട് അടിച്ചെടുത്താണ്. ഇത് നമ്മൾ ഗ്രീൻ കളറിലാണ് കേട്ടോ അല്ലേ ബില? അതെ അതെ അതെ, നന്നായി തേച്ച് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കയറണം കേട്ടോ. അതിൽ വന്നിട്ട് ഇതങ്ങനെ പച്ച കളറിൽ ഉള്ളിൽ പോവും. അതൊക്കെ നമ്മൾ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഒരുവിധം പിണഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളി പച്ച കളറായില്ലേ? അടിപൊളി. അത് മാത്രമല്ല നമ്മൾ 3 രീതിയിലാണ് ഉണ്ടാക്കുന്നത് മസാലയെ. ഇതിപ്പോ ഗ്രീൻ. ഇനി നമ്മള് കുരുമുളക് കൊണ്ടാണ് കളി. അടുത്ത കോഴി 3 കോഴിയില്ലേ, അതില് കുരുമുളക് കേട്ടോ. അത് ഞമ്മ സാധാ ചില്ലി ഉണ്ടാക്കില്ലേ, 3 ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കുഞ്ചാ. ദേവസേന അടുത്തത് നീ. ഇതിലേ അഞ്ചാ ഇതില് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ മറ്റേതല്ലേ തൈര്. ഇതിനെ പോയിട്ടെ. ഓ മതി മതി മതി. ഉപ്പെന്താ? അപ്പൊ ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ എന്തൊക്കെയാണ് അറിയോ? ചിക്കൻ മസാല, മുളക് പൊടി, പിന്നെ തൈര്, പിന്നെ നമ്മളുടെ കാശ്മീർ ചില്ലി ഇത്തിരി കളറിന് വേണ്ടിട്ട്. ആരെങ്കിലും ഇനി പിഴിയണം ഒന്നുകൂടി. മതി, ഒരുപാട് ചാറായി അല്ലേ ചെയ്യുന്നത്. ഇവിടെ മസാല നന്നായിട്ടിതാ എല്ലാത്തിനും പെരട്ടി കൊടുക്കാം. അടിപൊളി. ഓ അതിലേക്കാവൂലേ? അതും അടുത്തന്നെ വെച്ചതുകൊണ്ടേ. എനിക്കൊന്ന് ലെഗ് പീസ് തരില്ല കേട്ടോ. സെറ്റായല്ലോ. സൊക്കനെ അപ്പൊ 2 കഴിഞ്ഞു. ഇനി കുരുമുളക് ഇട്ടിട്ട് ഒരു മസാല, 3ാമത്തെ മസാല കുരുമുളകാണ്. അതിലൊത്തിരി തൈര്, ഉപ്പ്, നമ്മുടെ എന്താണ് എലുമ്പിച്ച മുളക്. തൈര് ഊത്ത് വരല. മതി ഓവർ ആക്കണ്ട. ഉപ്പ് ഇനി നാരങ്ങ വരട്ടെ. മതി ഒരുപാട് വെള്ളം ആക്കണ്ട. ഇത് 3ാമത്തെ കേട്ടാ അനുപേ. ഇത് കുരുമുളക് മാത്രം. കുരുമുളക്, ഇഞ്ചി. ഇത് പെപ്പർ ചിക്കൻ. അത് സാധാ ചിക്കൻ. ഇത് ചില്ലി ചിക്കൻ. ഗ്രീൻ ചില്ലി. ഇതെന്തായി ഇപ്പോ? ഒരു 3 രീതിയിലായില്ലേ? അങ്ങനെ വേണ്ടത്. ഇതിനെ കൊണ്ടുപോയിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല അല്ലേ? 3 മസാലയെ തേച്ചു. ഇനി ഒരു 2 മണിക്കൂറേ റെസ്റ്റ് തന്നെ ഇരിക്കട്ടെ. പാവങ്ങളല്ലേ, ഇത്തിരി റെസ്റ്റ് ഇരിക്കട്ടെ അല്ലേ?
അപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാലോ? അത് കയറ്റി വെക്കാം. ഇനി നമ്മൾക്ക് എന്താണ് അടുത്ത പരിപാടി? കനല് കത്തിക്കണം. കനല് മെയിൻ. അപ്പൊ അത് റെഡിയാക്കുക. പോവാ പിന്നെ റെഡി. സൊക്ക ആസ്ഥാന തീ കൊളുത്തുകാരനാണ്. കൊളുത്ത് ഇനി ഓരോ നേരം നെല്ല് കൊളുത്തണ്ടേ? உனக்கு சிலம்பாட்டம் தெரியுமா? பண்ணுங்க. சிலம்பாட்டம். சிலம்பாட்டம் ഇത് ആടുறதுക്കല്ല, നമുക്ക് കോഴി പോടുறதுக்கு. അപ്പൊ ആദ്യം നമുക്ക് ഇതേ പച്ചയിടാം. പച്ചക്കോഴി, അത് പറഞ്ഞാൽ ഗ്രീൻ. പച്ചയിടല്ല, പച്ചക്കോഴിനെ കയറ്റിവിടാം അല്ലേ? അനുപേ ബാ പിടിക്കേ. കാലി പിടിച്ചു കെട്ട്. ഇതിനില്ലേ ആദ്യം അങ്ങനെയാണ് ഇത്. അത് പെണ്ണ് കെട്ടിയല്ലേ കാല് കെട്ട്. ലൂസ് ആവാൻ പാടില്ല ഇറക്കുമ്പോ. അതാണ് ഇതിന്റെ കാല് കെട്ടോ കൈ കെട്ടോ അറിയാലോ. അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കൂടി ഒന്ന് കയറ്റാം. പെപ്പർ ചിക്കൻ കേട്ടാ. പെപ്പർ ചിക്കൻ അല്ലേ? കുരുമുളക് അല്ല, ഇടുക്കി ഗോൾഡ്. ബാബില ഇത് അതിൽ കൂടെ ലാസ്റ്റത്തെ അതിൽ കൂടെ കയറ്റി. ഇത് സാധാ തന്നെ ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ ഇതും കൂടി ഒന്ന് കെട്ടിയാൽ കഴിഞ്ഞില്ലേ? കെട്ട് കഴിഞ്ഞു. കെട്ട് കഴിഞ്ഞു. ഇനി അടുത്തത്. ഇനി ഒരു കെട്ടും കൂടി കെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മുടെ എങ്ങനെ മൂന്ന് കളറായില്ലേ? പിന്നെ വെറൈറ്റി ഇന്ത്യൻ കൊടി പോലെ ഇല്ലേ? നമ്മളെ ഇന്ത്യക്കാരല്ലേ? നമ്മളെ ഇന്ത്യക്കാരല്ലേ? പിന്നെ അപ്പൊ ഇന്ത്യനെ വിട്ട് നമ്മൾ കളിക്കും. പിന്നെ ബില ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ തിരികെ കൊടുക്ക്. വലിയ ഉള്ളി, നാരങ്ങ, കാപ്സിക്കം. സവാള ഗിരി. ഈ കാപ്സിക്കം അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എത്തണം. ഓക്കെ. ഒരു സവാള ഗിരി. അപ്പൊ കനലേ ആയിട്ടുണ്ട് അല്ലേ? അടിപൊളിയായി കനലൊക്കെ ആയിട്ടുണ്ട്. ഓയിലേ ഇത്തിരി ഇങ്ങനെ തടവി കൊടുക്കണം. ഓരോ സൈഡ് അങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി ഓയിൽ തടവി കൊടുത്താൽ അടിപൊളി സെറ്റാവും. അടിപൊളിയായി നെയ്യൊക്കെ ഉരുകി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തിരി കരിഞ്ഞ ഭാഗത്ത് ഇത്തിരി എണ്ണ തേച്ചു കൊടുക്കുക, ഓയിൽ തേച്ചു കൊടുക്കുക. എണ്ണയല്ല, ഓയിൽ. ഒക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ അനൂപേ? അതെ. നല്ല പൂ പോലെ വന്നിട്ടുണ്ട്. നല്ല മണം. നല്ല മണവും. നല്ല മണമല്ല, കമ്മൊന്ന് മണം. എടുക്ക പൊക്കുക. നീ ഇലയിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ എടുക്കണം. നമുക്ക് ആദ്യം ഏതെടുക്കണം? നമുക്ക് ആദ്യം ഗ്രീൻ ചില്ലിയാ? അതെടുക്കാൻ പറ്റില്ല, നമ്മുടെ ഇവിടെ ഇതിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ മറ്റേ ഇവിടെ ഇതുള്ളത് എന്താണ് അതിന്റെ പേര്? ചിക്കൻ ചില്ലി. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാ. നോക്കട്ടെ കുറേ നേരം. ഒത്തിരി കമ്മിയായിട്ട് കൈ. അപ്പോൾ ഒന്ന് കിട്ടിട്ടാ ചിക്കൻ മസാലയാക്കിയത്. അടുത്തത് കഴിക്കാം. എന്തറിയോ, നമ്മള് ഇരുട്ടായി. ഇരുട്ടായാലും എന്താണ്, എന്നാലും അടിപൊളി കുമ്മുന്ന മണം. അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തു എല്ലാം മൂന്നെണ്ണം. അപ്പൊ ഇതും മേടിച്ചിട്ടുണ്ട്. മയോണസ് ഉണ്ട്, നമ്മുടെ കുബൂസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്. അപ്പോളേ നമുക്ക് ആദ്യം ഗ്രീൻ ചില്ലി അല്ലേ? അതല്ലേ ഏറ്റവും നല്ല. നമ്മ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആദ്യം വെറൈറ്റി ഒന്ന് നോക്ക്. എടുത്താൽ കഴിക്കേ. ഞാൻ കാലെന്നെ തരാട്ടാ. എടുത്തോ. മയോണസ് നോക്കട്ടെ. സംഭവല്ലേ, സൂപ്പർ. നന്നായിട്ടുണ്ട്. വേറെ ഒന്നും പറയില്ല. എന്ത് പറഞ്ഞു? സൂപ്പർ. എന്ത് പറയണേ? സൂപ്പർ ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല.
ഒറ്റ കാരണത്തോടെ കഴിഞ്ഞു. ഒന്നും പറയുന്നു. സൊക്ക എന്താണ്? ഓ വലിയൊരു കാലേ പിടിച്ച് നിക്കാണ്. പൂപ്പോലെ വന്ന കാലി. ആ അപ്പൊ നീ ഇപ്പൊ വലിയ താരമായില്ലേ? കോളേജിൽ താരമാണ്. എല്ലാം നമ്മൾ നോക്കണമല്ലോ. ഇതങ്ങനെയുണ്ട് നോക്കണ്ടേ? ഇതാണ് നമ്മുടെ പെപ്പർ 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 നമ്മൾ നോക്കണം. ഓ ഒരു കാല് നല്ല സോഫ്റ്റ് ആണല്ലേ? ഓക്കെ നമ്മുടെ ടൊമാറ്റോ ഇതുപോലെ ഇല്ല അല്ലേ? അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഇത് ശരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത്തിരി സമയം എടുക്കും കേട്ടോ. നല്ല സമയം എടുക്കും. അത് നമ്മൾ തന്നെ എത്ര ഇതാ ഇട്ടായി കണ്ടോ? പിന്നെ നല്ല അടിപൊളി. പിന്നെ ലാസ്റ്റത്തെ ഒന്നും കൂടി നോക്കാം. എന്താ എല്ലാം നോക്കണമല്ലോ. പിന്നെ ഇത് നമ്മുടെ സാധാ ചില്ലി 3 ലെവലാണ്. നിങ്ങൾ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തു തരുന്നത് കേട്ടോ. പരിപാടി സൂപ്പറായില്ലേ? അടിപൊളി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഒരുപാട് ഇരുട്ടായി വ്യത്യസ്ത വീഡിയോ ആയിട്ട്. ബൈ. അടുത്തോടെ വെക്കണം.